उतारकर ऑटो के बाहर ലഹരാന കിസ്ക സൂചകെ തൊപ്പി ഊരി ഓട്ടോയുടെ പുറത്ത് വീശുക എന്നതിൻ്റെ സൂചനയാണ്. ഏ കേശവക്കെ മൻ കി വിശാലത കാ സൂചകെ. അപ്പോൾ കോളനിക്ക് बच्चे और केशव की दोस्ती हुई है. बच्चों ने गेल के सामान और शील्ड ऑटो में रख दिया. एक कैप्टन ने जेब से वाइट कैप निकालकर केशव के सिर की तरफ रख दी. पिता ने कैप केशव के सिर पर पहना दी. फिर उसने कैप उतारकर ऑटो के बाहर निकालकर लहराने लगा. यह दोस्ती का भी सूचक है. കേശവിൻ്റെ മനസ്സിൻ്റെ വിശാലതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കോളനിയിലെ കുട്ടികളും കേശവും തമ്മിൽ ഇപ്പോൾ സൗഹൃദത്തിലാണ്. കുട്ടികൾ കളിസാമഗ്രികളും ഷീൽഡും ഓട്ടോയിൽ എടുത്തു വെച്ചു. ഒരു ക്യാപ്റ്റൻ തൻ്റെ കീശയിൽ നിന്നും ഒരു വെളുത്ത ക്യാപ്പ് എടുത്ത് കേശവിൻ്റെ തലയ്ക്കു നേരെ എടുത്തു വെച്ചു. അച്ഛൻ കേശവിൻ്റെ ക്യാപ്പ് ധരിപ്പിച്ചു. പിന്നീട് അവൻ ഊരി ഓട്ടോയുടെ പുറത്ത് വീശാൻ തുടങ്ങി. ഇത് സൗഹൃദത്തിൻ്റെ സൂചന കൂടിയാണ്. कहानी में चित्रित പ്രവാസി മസ്ദൂർ പരിവാർ കി ചുനൗത്തിയാ ക്യാ ക്യാ ഹെ. കഥയിലെ വർണ്ണിച്ചിരിക്കുന്ന പ്രവാസി തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഏവ. സുരക്ഷിത് ആവാസ് की समस्या, बच्चों की पढ़ाई की समस्या, बच्चों के अकेलापन की समस्या, समाज के तिरस्कार की समस्या. സുരക്ഷിതമായ താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ അവഗണനയുടെ പ്രശ്നങ്ങൾ. കേശവ് ഷഹർ കെ അപ്നെ ഡേരെ സെ ക്യോം ബാഹർ നികൽത്താ ഹെ. കേശവ് തൻ്റെ താവളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയത്? കേശവ് ഷഹർ കെ അപ്നെ ഡേരെ കെ അന്തർ കെ അകേലാപൻ മഹസൂസ് കർ രഹാ താ. വഹ് ആസാദി ചാഹതാ താ, മിത്രോं को पाना चाहता था, खेलना भी चाहता था, बाहर घूमना चाहता था. കേശവ് നഗരത്തിലെ തൻ്റെ താവളത്തിനകത്ത് ഏകാന്തത അനുഭവിക്കുകയായിരുന്നു. അവൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, കൂട്ടുകാരെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, കളിക്കാനും ആഗ്രഹിച്ചിരുന്നു, പുറത്ത് കറങ്ങി തിരിയാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കേശവ് കെ സപ്നോ കെ പ്രതി ഉസ്കെ മാതാപിതാ കാ രവയ്യ ക്യാ താ. കേശവിൻ്റെ സ്വപ്നങ്ങളോട് അവൻ്റെ മാതാപിതാക്കളുടെ സമീപനം എന്തായിരുന്നു? केशव रात को सपने में अपने को अक्सर क्रिकेट खेलता देखता करता है. वह बड़बड़ाते हुए सपने में जगाकर उड़ बैठता तो माँ बाप उसे डांटते हैं. उन्हें ये अच्छा नहीं लगता. കേശവ് രാത്രിയിൽ സ്വപ്നത്തിൽ താൻ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കുന്നതായി കാണാറുണ്ട്. അവൻ പുലമ്പിക്കൊണ്ട് എഴുന്നേറ്റിരിക്കും. അപ്പോൾ മാതാപിതാക്കൾ വഴക്ക് പറയും. അവർക്ക് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. कहानी के ആരംഭ में കേശവ് के प्रति शहरों के लोगों का कौन सा മനോഭാവ ദിഖായി ഗയാ ഹെ. കഥയുടെ തുടക്കത്തിൽ കേശവിനോട് നഗരത്തിലെ കുട്ടികൾക്ക് ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? യഹാ കോളനി के बच्चों को नकारात्मक मनोभाव प्रकट होता है. केशव के प्रति तिरस्कार की भावना थी. उसे मजाक करते थे, सिर पर तबला बजाते थे, बाहर के लड़का समझकर उसे अलग रखते थे. ഇവിടെ കോളനിയിലെ കുട്ടികളുടെ നെഗറ്റീവ് മനോഭാവമാണ് പ്രകടമാകുന്നത്. കേശവിനോട് അവഗണന മനോഭാവമായിരുന്നു. അവനെ കളിയാക്കുമായിരുന്നു, തലയിൽ കൊട്ടുമായിരുന്നു, അന്യനാട്ടുകാരനാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയിരുന്നു. കേശവ് കെ പ്രതി ഷഹരി ലോഗോं को മനോഭാവ കൈസെ ബദൽത്താ ഹെ. കേശവിനോടുള്ള നഗരത്തിലെ കുട്ടികളുടെ മനോഭാവം എങ്ങനെയാണ് മാറുന്നത്? केशव तिमंजिले इमारत में चढ़कर लड़कों को बॉल निकाल कर देता है. फिर वह नीचे गिरकर बेहोश हो गया है. हाथ और पैर टूट जाता है. उसे अस्पताल ले जाता है. ये सब होने पर केशव के प्रति शहरी लोगों का मनोभाव बदल जाता है. बच्चों को समझ में आया कि केशव एक अच्छा और दूसरों की भलाई करने वाला लड़का है. കേശവ് 3 നിലയിലെ കെട്ടിടത്തിൽ കയറി കുട്ടികളുടെ ബോൾ എടുത്ത് നൽകുമായിരുന്നു. അവൻ താഴെ വീണ് ബോധരഹിതനായിരുന്നു. കൈയും കാലും പൊട്ടിയിരുന്നു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ സംഭവിച്ചത് കുട്ടികൾക്ക് കേശവിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നു. കേശവ് നല്ല കുട്ടിയാണെന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനാണെന്നും അവർ തിരിച്ചറിഞ്ഞു.
കേശവ് കോ മാം ബാപ്പ് കെ സാത്ത് ഗാവ് വാപ്പസ് ക്യോം ജാനാ പട? കേശവിന് അച്ഛനമ്മമാരുടെ കൂടെ ഗ്രാമത്തിലേക്ക് എന്തുകൊണ്ടാണ് തിരിച്ചു പോകേണ്ടി വന്നത്? കേശവ് കെ ഹാത്ത് ഔർ पैर टूट जाने पर प्लास्टर लगा हुआ था। केशव को बहुत दर्द हुआ था। उनकी मदद करने के लिए शहर में कोई नहीं था, इसलिए केशव को माँ बाप के साथ गाँव वापस जाना पड़ता। കേശവിനെ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. നഗരത്തിൽ അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേശവിന് തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. കഹാനിക്ക് ചരം സീമ പർ ആപ്കാ വിചാർ ക്യാ ഹെ? കഥയുടെ ക്ലൈമാക്സിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? കഹാനിക്ക് ചരം സീമ അത്യന്ത് ആകർഷേ ദുഃഖാന്ത് ഹോത്തെ ഹുയെ ഭി കഹാനി കാ अंत सकारात्मक ही है। शहरी लड़कों के मन में सहानुभूति की भावना हुई है। केशव को भी अपना मित्र मानने लगे हैं। उनको अपनी करनी पर पश्चाताप भी हुआ है. കഥയുടെ ക്ലൈമാക്സ് അത്യന്തം ആകർഷകമാണ്. ട്രാജഡി ആണെങ്കിലും കൂടി കഥയുടെ അവസാനം പോസിറ്റീവ് തന്നെയാണ്. നഗരത്തിലെ കുട്ടികളുടെ മനസ്സിൽ അനുതാപത്തിൻ്റെ ഭാവങ്ങൾ ഉണ്ടായി. കേശവിനെ തങ്ങളുടെ കൂട്ടുകാരനായി അംഗീകരിച്ചു. അവർക്ക് തങ്ങളുടെ പ്രവൃത്തിയിൽ പശ്ചാത്താപവും ഉണ്ടായി.